ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നെയ്യപ്പം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഒരു തവണയെങ്കിലും ഇതുപോലെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കണം. അത്രയും നല്ല ടേസ്റ്റുള്ള നെയ്യപ്പമാണ്. നല്ല നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്ന നെയ്യപ്പമാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 10 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര നോക്കിയിട്ട് എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഇഡലി റൈസും കൂടിയിട്ടാണ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് രാവിലെ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ അരി സോക്ക് ചെയ്യണം. അപ്പോഴാണ് നല്ല നെയ്യപ്പായിട്ട് കിട്ടുള്ളൂ. വെള്ളം വാലാനായിട്ട് അരി സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ശർക്കര മെൽറ്റായത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. കുതിർത്ത് വെച്ച അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറുക്കിയെടുക്കാനുള്ളതാണ്. ഇങ്ങനെ അരി കുറുക്കിയിട്ടാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാറുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. കൈയെടുക്കാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടിയായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നല്ലതുപോലെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെയാണ് അരി ഇട്ട് കൊടുക്കുന്നത്. ഈ ശർക്കര പാനി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പകുതി ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ ഏലക്ക തൊലി കളഞ്ഞതാണ്. 5 ഏലക്ക തൊലി കളഞ്ഞെടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ചെറിയ തരികളോട് കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അധികം വലിയ തരികളും ഉണ്ടാവരുത്. എൻ്റെ കയ്യിൽ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നൈസായിട്ടുള്ള തരികളോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ശർക്കര പാനി ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ ചെറിയ തരികളോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം അരച്ചപ്പോഴും ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നെയ്യപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നെയ്യപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. നെയ്യ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റോളം നല്ല സ്പീഡിലൊന്ന് ഇളക്കി കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ രാത്രിയിലാണ് ഞാനിതിങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെയാണ് ഇനി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ അരച്ച് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. എള്ളൊക്കെ രാവിലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തലേ ദിവസം അരച്ച് വെക്കുമ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് മൈദയാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുകൂടെ ചേർത്താൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം.
സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരല്പ സമയമാകുമ്പോഴത്തേന് നന്നായിട്ട് പൊന്തി വരും. ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് കാണുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിനും നിന്ന് കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റരുത്. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം പൊന്തി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാതും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യത്തെ ഞാൻ റെഡിയാക്കി എടുത്തപ്പോൾ കുറച്ച് കളർ കുറവിലാണ്, അധികം മൊരിയിക്കാതെയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയുള്ളതെല്ലാം നന്നായിട്ട് മൊരിയിച്ചിട്ട് നല്ല ഡാർക്ക് കളറാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പം അതുകൊണ്ട് എല്ലാതും ഇനി അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇതെല്ലാതും ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ വലുപ്പത്തിലുള്ള ഒരു 16 നെയ്യപ്പാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. ഈ 3 കപ്പ് അരി വെച്ചിട്ട്. ഇപ്പം എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയെടുത്തത് കളർ കുറച്ച് കുറവിലാണ്. അപ്പോൾ എല്ലാതും നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അകമൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുള്ള നെയ്യപ്പാണ്. ഇതിൻ്റെ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഉണ്ടാക്കി തന്നെ നോക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.